കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ. നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് പഞ്ചഗവ്യാടല്, നവകം, ഉച്ചപൂജ, കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നുണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ്. ഏ ഏകാശിവിളക്കിന്റെ തിരക്കൊക്കെ ആയിട്ട് ഉണ്ണി കാണാൻ നല്ല സന്തോഷത്തിലാണ് ശ്രീലകത്ത് നിൽക്കുന്നത്. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ട് മത്സ്യത്തിന്റെ രൂപത്തിലും അരയ്ക്ക് മേപ്പെട്ട് മഹാപ്രഭുവിന്റെ രൂപത്തിലും മത്സ്യാവതാരമൂർത്തിയായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയ്ക്ക് കീഴ്പ്പെട്ടുള്ള രൂപം മത്സ്യത്തിന്റെ രൂപം ഇങ്ങനെ മത്സ്യത്തിന്റെ രൂപത്തിൽ ഇങ്ങനെയൊക്കെ വാലുകൾ ഇങ്ങനെ ഇങ്ങനെ വളച്ചു വെച്ച് അങ്ങനെ നല്ല രസമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അരയിലേക്ക് ഇങ്ങനെ കാണാണ്ട് പൊന്നുണ്ണി കണ്ണനാണല്ലോ. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമൊട്ടുമാല, എന്താ അതിൻ്റെ നടുവിലൊരു ഗോപി തിലകം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല ഒക്കെ ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ, തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. 4 കൈകളോട് കൂടിയിട്ട് ശംഖചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ആ പൊന്നുണ്ണി കണ്ണൻ മത്സ്യാവതാര മൂർത്തിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. ശംഖും ചക്രം സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഗദ ചന്ദനം കൊണ്ട് ചാർത്തിരിക്കുകയാണ്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്ര ഗദാപത്മത്തോടു കൂടി മത്സ്യാവതാര മൂർത്തിയായിട്ടാണ് നമ്മുടെ പൊന്നുണ്ണി കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല കൗതുകമായിട്ട് ചാർത്തിയിട്ടുണ്ട്. കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റീമിൽ സ്വർണ്ണഗോപി ഒക്കെ ചാർത്തിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് നിൽക്കുന്ന ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിലങ്ങോട്ട് വിചാരിച്ചാൽ തന്നെ നല്ല സന്തോഷമാണ്. ആ പൊന്നും കിരീടത്തിന് മുകളിൽ ആ 2 തിരുമുടിമാലകൾ, വെളുത്ത പൂവും തെച്ചിപ്പൂവും ഇങ്ങനെ ഇടകലർന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ തെച്ചിപ്പൂവും തുളസിപ്പൂവും വെളുത്ത പൂവായിട്ട് അങ്ങനെ ഒന്ന്, അങ്ങനെ 2 തിരുമുടിമാലകൾ ചാർത്തിയിട്ടുണ്ട്. അതുപോലെ കഴുത്തിൽ 2 ഉണ്ടമാലകളാണ് ചാർത്തി. രണ്ടും ഏകദേശം ഒരുപോലെ തോന്നും കണ്ടാൽ. ഒന്നെങ്ങനെയാ വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, നടുവിൽ കുറച്ച് തുളസിപ്പൂവ്, വീണ്ടും തെച്ചിപ്പൂക്കൾ ധാരാളം, പിന്നെ തുളസിപ്പൂവ്, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയായിട്ട്. മറ്റത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂക്കൾ ധാരാളം, ഇടയിൽ തെച്ചിയും തുളസിയും ഇടകലർന്ന് വീണ്ടും വെളുത്ത പൂക്കൾ, പിന്നെ അങ്ങനെയായിട്ട് അങ്ങനെ 2 ഉണ്ടമാലകളും 2 തിരുമുടിമാലകളാണ് പൊന്നുണ്ണി കണ്ണൻ്റെ ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകമുണ്ട് കാണാൻ. അപ്പോൾ ആ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് അതാ ഒരു താമര മാല ഉണ്ട്. പിന്നെ തുളസിയും താമരയായിട്ട് ഒന്ന്, പിന്നെ തുളസിയും എന്താ വെളുത്ത പൂവും ആയിട്ടൊന്ന്, പിന്നെ എല്ലാ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് മാത്രമായിട്ടൊന്ന് 2, 3 എണ്ണം, അങ്ങനെ 4, 5 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെ ഒക്കെ നടുവിൽ നമ്മുടെ ഗുരുവായൂരപ്പൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് ശംഖചക്ര ഗദാപത്മത്തോടുകൂടി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട്, ഭക്തന്മാരെ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. എല്ലാവരും മനസ്സിൽ സ്മരിച്ചോളൂ. നാരായണ. നാരായണീയം ദശകം 97, ശ്ലോകം 5, മലയാള വിവർത്തനം. ദീർഘായുസ്സാർന്ന ശേഷം പരസുഖകുതുകാലാറുമ അനന്തരൗഘം മാർക്കാണ്ഡേയൻ ഭജിച്ചാൽ തവ പദ കമലേ ചിത്തുറപ്പിച്ചു ഭക്തൻ. 7 ദേവേന്ദ്രവാക്കാൽ സുരയുവതി മരുൽ മന്മഥന്മാർ ശ്രമിച്ചിട്ടായില്ല മോഹമേകാൻ തവനതരേ ജയിച്ചിടുവാൻ ആർക്കു സാധ്യം. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. കേരളകത്തതാ പൊന്നുണ്ണിക്കണ്ണൻ മത്സ്യാവതാരമൂർത്തിയായിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് ആ മത്സ്യാവതാരമൂർത്തിയെ മനസ്സിൽ സ്മരിച്ച് വീണ് നമസ്കരിക്കുക. തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം നമുക്ക്. പൊന്നുണ്ണിക്കണ്ണൻ നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ജപിക്കല്ലേ നാമം. നാരായണ 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 നാരായണ. ഹരേ ഹരേ.